ദൈവം എന്തിനാണ് നമ്മോട് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. നാം അവന്റെ ആടുകളാണ്. ഹല്ലേലൂയ. വഴിതെറ്റി പോകാതിരിക്കുവാൻ, പിശാചിന്റെ കെണിയിൽ പെട്ടുപോയി നമ്മുടെ ജീവിതങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ, അവന്റെ കൈകളിൽ നിന്ന് നാം ചാടി പുറത്തു പോകാതിരിക്കുവാൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇടയന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗീയമായ ഇടയന്റെ, പ്രധാന ഇടയന്റെ ശബ്ദവും നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടയ ശുശ്രൂഷ, നിങ്ങൾ അവിടുത്തെ ഇടയന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് വേണ്ടി ഒരു സേഫ് ഗാർഡാണ്. ഹല്ലേലൂയ. നിങ്ങളെ തെറ്റിച്ചു കളയുവാൻ, നിങ്ങളെ വഞ്ചിക്കുവാൻ, ഹല്ലേലൂയ, പൈശാചിക ആത്മാക്കൾ, സ്തോത്രം, അന്ത്യകാലത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ നമ്മെ എന്ത് ചെയ്യും? നമ്മെ കൂട്ടത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ച് നമ്മെ ഒറ്റയ്ക്കാക്കി നമ്മെ നശിപ്പിച്ച് കളയുന്ന പൈശാചിക. അതുകൊണ്ട് ദൈവം എന്തിനാ സംസാരിക്കുന്നത്? ദൈവം നമ്മെ, സ്തോത്രം, കരുതുവാൻ, ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുവാൻ. ദൈവം എന്തിനാ നമ്മോട് സംസാരിക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. അപ്പോൾ ദൈവപുത്രന്മാരെ പുറത്തെടുക്കുവാൻ ദൈവം നമ്മോട് സംസാരിക്കും, നമ്മോട് ഇടപെടും.